കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയാണ്. നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ ബട്ടൂര കഴിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടില് എങ്ങനെ എളുപ്പത്തില് ബട്ടൂര ഉണ്ടാക്കി കഴിക്കാം എന്നുള്ള റെസിപ്പിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനായിട്ട് നമുക്ക് മൈദ 3 കപ്പ് നമ്മൾ ഇതിലേക്ക് എടുക്കാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കണം. 1 കപ്പാണ് അതിന്റെ അളവ്. ഇനി ഒരു കട്ട തൈര് 1/2 കപ്പോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. അടുത്തതായിട്ട് 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1.5 സ്പൂണ് ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇതേ സ്പൂണില്, അതായത് ഇതിന്റെ അതേ അളവിലുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ആ സ്പൂണിന്റെ അളവില്. ഇനി നമ്മൾ ബേക്കിംഗ് സോഡ 1/2 സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ കൈകൾ കൊണ്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് 1 കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായി കുഴച്ച് ഇതേ രൂപത്തിലാക്കി എടുത്ത് അതിന്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് സൺഫ്ലവർ ഓയിൽ കൊണ്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. ഒരു 2 മണിക്കൂർ സമയം വരെ മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഇത് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ. പക്ഷെ ചപ്പാത്തിയുടെ അത്രയൊന്നും നീട്ടി ഇങ്ങനെ പരത്തണം എന്നില്ല. നമ്മൾ ഇത്തിരി കട്ടിയിലൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊളച്ച് വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇപ്പൊ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ വീടുകളിൽ തന്നെ നമ്മുടെ ബട്ടൂര റെഡിയാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.